എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് അത് തന്നെ, അതിലൊരു മാറ്റവുമില്ല. ശരിയായ നിലപാടുകൾ എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്ന് വരില്ല. അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് പറ്റില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിലോ, ജയിച്ചാലും ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള സമരം തുടരും. ഞങ്ങളിപ്പോൾ തോറ്റാലും ആ സമരം ഞങ്ങൾ തുടരും. അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 2026 കൊടുങ്കാറ്റ് പോലെ UDF വരാൻ വേണ്ടി പോകുന്നു, അതിന്റെ തുടക്കമാണ് നിലമ്പൂർ ഫലം എന്നുള്ളത്. അതില് വിശേഷിച്ചൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു വിജയം അവർ നേടിയിരിക്കുകയാണ്. നേടുന്ന സമയത്ത് സ്വാഭാവികമായും ആ വിജയിച്ച വിഭാഗത്തിന്റെ നേതാവ് അങ്ങനെ പറയും. അതിന് ഈ വിജയം അവരെ പ്രേരിപ്പിക്കും. പക്ഷെ 2026 2026 തെരഞ്ഞെടുപ്പാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ. ഞാൻ ഓരോ വോട്ടും വിശദമായിട്ട് നോക്കിയിട്ടില്ല. കുറച്ച് വോട്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നൊരു സമയമാണല്ലോ. വന്ന സമയത്ത് സാധാരണഗതിയിൽ വിജയിക്കുന്ന ആളെ അഭിനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുജനാധിപത്യ മര്യാദ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ആദ്യത്തെ പ്രതികരണം തന്നെയാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തിന് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.